ഹ്യൂമാനിറ്റീസ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് BA എക്കണോമിക്സ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അപ്പോൾ ജനറലായിട്ട് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ BA എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിൽ കുറച്ചൊരു കുറച്ചുകൂടി നല്ല ഒരു വിഷയം തന്നെയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത് കേട്ടോ. കാരണം നമുക്ക് വേറെ വിഷയമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് കുറേ കൂടി അവസരങ്ങൾ നമുക്ക് മുന്നിലുള്ള ഒരു വിഷയമാണ് BA എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് എക്കണോമിക്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ അത്യാവശ്യം സ്കോപ്പുള്ള ഒരു സബ്ജക്റ്റാണ് BA എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു വിഷയത്തിൽ താല്പര്യമുള്ളവർ മാത്രം നിങ്ങൾ എടുക്കുക കേട്ടോ. അതായത് നമ്മൾ എക്കോണമീനെ പറ്റിയിട്ടാണ് പഠിക്കേണ്ടി വരിക. പല തരത്തിലുള്ള കാൽക്കുലേഷൻ പോലുള്ള കാര്യങ്ങൾ, അതായത് മാത്തമാറ്റിക്കലായിട്ടും തിയറട്ടിക്കലായിട്ടും ഒക്കെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ മീൻസ് അതിനെക്കൂടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം എടുക്കുക. ഓക്കെ, നമ്മൾ ഹിസ്റ്ററി പോലെ പൊളിറ്റിക്സ് പോലെ കുറേ കാര്യങ്ങൾ വായിച്ച് പഠിച്ചു പോവുക എന്നുള്ളൊരു കാര്യമായിരിക്കില്ല. അത്യാവശ്യം നല്ല തിയറീസ് പഠിക്കാനുണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്ക് കുറേ കാൽക്കുലേഷൻസും കാര്യങ്ങളും അങ്ങനെയൊക്കെ വരുന്നുണ്ടാവും. പ്ലസ് ടുവിൽ എടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കുമല്ലോ, ഒരു ബേസ് ഒക്കെ കാണുമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇൻട്രസ്റ്റ് നോക്കി മാത്രം നിങ്ങൾ എടുക്കുക കേട്ടോ. അങ്ങനെ ഇൻട്രസ്റ്റ് നോക്കി അതിനനുസരിച്ച് വരികയാണെങ്കിൽ നന്നായിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് BA എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ളത് ഇതിനകത്ത് മെയിനായിട്ട് മൈക്രോ എക്കണോമിക്സിനെ പറ്റി, മാക്രോ എക്കണോമിക്സിനെ പറ്റി, ഇന്ത്യൻ എക്കോണമീനെ പറ്റിയിട്ട്, പിന്നെന്താ എക്കണോമെട്രിക്സ്, പിന്നെ ഇൻ്റർനാഷണൽ ട്രേഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എക്കണോമിക്സിനകത്ത് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ FIUGPയുടെ ഭാഗമായിട്ട് പലതരത്തിലുള്ള കോഴ്സുകളാണ് എല്ലാ യൂണിവേഴ്സിറ്റീസും ഓഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കോഴ്സസൊക്കെ തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ഈ ഒരു BA എക്കണോമിക്സ് കോഴ്സിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് MA എക്കണോമിക്സിലോട്ട് പോകാനായിട്ട് പറ്റും. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് അടുത്ത് അങ്ങനെ പോകാനായിട്ട് പറ്റും. നോർമലി ചെയ്തു വരുന്ന പോലെ തന്നെ BA എക്കണോമിക്സ് പിന്നെ MA എക്കണോമിക്സ്. ഓക്കെ, അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുകൊണ്ടും ബെറ്ററാണ്. അപ്പോൾ നിങ്ങൾ BA എടുക്കുകയാണെങ്കിൽ MA കൂടി എടുക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ അല്ലാണ്ട് നമുക്ക് പറയുമ്പോൾ എക്കണോമിക്സ് കുറച്ചുകൂടി സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച് എക്കണോമിസ്റ്റായി മാറാൻ പറ്റും. പിന്നെന്താ സ്റ്റാറ്റിസ്റ്റിക്സ് സ്പെഷ്യലൈസ് ചെയ്ത് ആ രീതിക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ പലതരത്തിലുള്ള ഡേറ്റ അനലിസ്റ്റ്, പോളിസി അനലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസിലോട്ട് പോകാനായിട്ടുള്ള കരിയർ ഓപ്ഷൻസും നിലവിലുണ്ട്. പിന്നെ നമ്മുടെ ബാങ്കിങ് മേഖലയിലും അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്കോപ്പ് BA എക്കണോമിക്സ് കഴിയുന്നവർക്കുണ്ട് കേട്ടോ. മീൻസ് BA PG ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ബാങ്കിങ് മേഖലയിലോട്ട് പ്രൈവറ്റ് സെക്ടറിലൊക്കെ നല്ല രീതിയിൽ തന്നെ എന്താക്കാൻ പറ്റും, ജോബിലോട്ടൊക്കെ പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ഓൾസോ പറയുകയാണെങ്കിൽ ഈ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഫിനാൻഷ്യൽ സെക്ടേഴ്സിലൊക്കെ നമുക്ക് ജോബ് കണ്ടെത്താനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് MBA. ഓക്കെ, ദറ്റ് ഈസ് മാസ്റ്റർ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ആ ഒരു കോഴ്സ് എടുത്ത് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ PhD ചെയ്ത് റിസർച്ച് ചെയ്ത് ആ രീതിക്ക് പോകാനായിട്ട് പറ്റും. പിന്നെ ടീച്ചിങ് ഫീൽഡിലോട്ട് പോകാനായിട്ട് പറ്റും. ടീച്ചിങ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഹൈസ്കൂളിലൊക്കെ ആയിക്കോട്ടെ, ഒക്കെയും നമ്മുടെ ഈ ഒരു സോഷ്യൽ സയൻസ് സബ്ജക്റ്റിനകത്തായിരിക്കുമല്ലോ എക്കണോമിക്സ് വരുന്നുണ്ടാവുക. അപ്പോൾ സോഷ്യൽ സയൻസിനൊക്കെ അത്യാവശ്യം നല്ല വാക്കൻസി ഉണ്ട്. ഇപ്പോൾ ഹൈസ്കൂൾ ലെവലിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെറ്റും നെറ്റും ഒക്കെ ക്വാളിഫൈ ചെയ്ത് ഹയർ സെക്കൻഡറി ലെവലിലോ അല്ലെങ്കിൽ കോളേജ് ലെവലിലൊക്കെയുള്ള ടീച്ചിങ് പോസ്റ്റിലോട്ടൊക്കെ നിങ്ങൾക്ക് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഗവൺമെൻറ് എക്സാമുകൾ PSC, UPSC, പിന്നെ SSC പോലുള്ള കേന്ദ്ര ഗവൺമെൻറ് പരീക്ഷകളൊക്കെ നമുക്ക് അപ്പിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ നേരത്തെ സബ്ജക്റ്റിൻ്റെ വീഡിയോസ് ചെയ്തപ്പോഴും UPSCയുടെ കാര്യം കുറച്ച് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്കണോമിക്സ് എടുക്കുന്നവർക്കും UPSC കൊണ്ട് നല്ല UPSCക്ക് പോകാൻ ആഗ്രഹമുള്ളവർക്കും എക്കണോമിക്സ് കൊണ്ട് നല്ല ഉപയോഗം ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ UPSCയുടെ സിലബസിൽ പ്രത്യേകിച്ച് തന്നെ നമുക്ക് വരുന്നുണ്ട്, കുറേ ടോപ്പിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ BA എക്കണോമിക്സ് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും UPSCയിലോട്ട് പോകുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവാൻ നല്ല രീതിയിൽ തന്നെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചുള്ള. ഇതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ റിലേഷൻസ്, പബ്ലിക് പോളിസി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മുതലായ പല കോഴ്സുകളിലോട്ട് നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റും BA എക്കണോമിക്സിന് ശേഷം. അതുപോലെ തന്നെ നബാർഡിൻ്റെ എക്സാംസിലോട്ടും RBIയുടെ എക്സാംസ്, അങ്ങനെയുള്ള എക്സാമുകളിലൊക്കെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഈ ഒരു BA എക്കണോമിക്സ് കഴിഞ്ഞവർക്കൊക്കെ നല്ല സ്കോപ്പ് ഉണ്ടാവും. പിന്നെ വരുന്നത് നീതി ആയോഗിൻ്റെ എക്സാംസ്. അതായത് ഇതിലൂടെ നമുക്ക് പല നല്ല ഉയർന്ന പൊസിഷൻസിലോട്ടൊക്കെ എത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഗ്രോ ചെയ്തെടുക്കുകയാണെങ്കിൽ, ഇൻക്രീസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല നല്ല പൊസിഷനിലോട്ട് എത്തപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അക്കൗണ്ടിങ് ഫീൽഡിലോട്ട് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ
എന്താ പറയുക CA അല്ലെങ്കിൽ ACCO അങ്ങനെയുള്ള കോഴ്സസ് എടുത്ത് അത് ക്വാളിഫൈ ചെയ്ത് ആ രീതിക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും കേട്ടോ. അതായത് നമ്മൾ ഈ അക്കൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക്കലി BCom കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ കൊമേഴ്സ് പഠിച്ചവർക്കാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല, എക്കണോമിക്സ് എടുക്കുന്നവർക്കും അക്കൗണ്ടിങ് മേഖലയിലോട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. ബിക്കോസ് ഈ ഒരു എക്കണോമിക്സും കൊമേഴ്സും തമ്മിലൊരു ഇൻ്റർ കണക്ഷൻ ഉണ്ടല്ലോ. ഓക്കെ, ആ രീതിക്കാണ് വരുന്നത്. അക്കൗണ്ടിങ് മേഖലയിൽ പോകാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ BA എക്കണോമിക്സ് എന്തുകൊണ്ട് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ജനറലി ഉള്ള കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞത്. ജനറലി ഉള്ള കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസും കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക്കായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് പിന്നെ പറയാനുള്ളൊരു കാര്യം, BA എക്കണോമിക്സ് ചൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ബേസിക്കായിട്ട് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ നോക്കുക. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ കുറേ ഫീൽഡ് നിങ്ങൾക്ക് ഇതിന് ശേഷം പോകാൻ പറ്റുന്ന പല ഫീൽഡും പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ ഡിസൈഡ് ചെയ്യുക. ഓക്കെ, ഞാൻ BA എക്കണോമിക്സിന് ശേഷം ഞാൻ എന്താണ് ചെയ്യാനുള്ളത്, MA എക്കണോമിക്സിലോട്ട് പോവുകയാണോ ചെയ്യുന്നത്, പിന്നെ MA എക്കണോമിക്സിന് ശേഷം ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്, ഏതൊരു കോഴ്സിലോട്ടാണ് പോവേണ്ടത്, ഏത് ജോബിലോട്ടാണ് പോവേണ്ടത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഇപ്പോഴേ ഒന്ന് ഒരു ഒരു ഔട്ട്ലൈൻ നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഈ ഒരു കോഴ്സിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതായിരിക്കും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോഴേ എന്തിലോട്ടാണ് ഇനി ഭാവിയിൽ ഏതൊരു ജോബിലോട്ടാണ്, ഏതൊരു കരിയറിലോട്ടാണ് ഈ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം പോകേണ്ടത് എന്നുള്ള ഒരു ധാരണ ഇപ്പം തന്നെ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. BA എക്കണോമിക്സ് എടുക്കാൻ ഇൻട്രസ്റ്റോട് കൂടി നിൽക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആൻഡ് ഓൾസോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് തരാനും മറന്നു പോകരുത്. അത്രയേ ഉള്ളൂ. താങ്ക് യു.